ആധുനിക കാലത്ത് ജീവിക്കുന്ന രണ്ട് കറുത്ത വർഗ്ഗക്കാരായ യുവാക്കൾ അപ്രതീക്ഷിതമായി ഭൂതകാലത്തിലേക്ക് സമയയാത്ര ചെയ്ത് അമേരിക്കയിലെ ഒരു അടിമച്ചന്തയിൽ എത്തിച്ചേർന്നു. ഇതൊരു സിനിമാ ഷൂട്ടിംഗ് ആണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ച അവർക്ക് അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. കഠിനാധ്വാനം ചെയ്യാൻ കഴിയാത്ത ശരീരപ്രകൃതമായതിനാൽ ആദ്യം ഒരു തോട്ടമുടമയും അവരെ വാങ്ങാൻ തയ്യാറായില്ല. എന്നാൽ ഒടുവിൽ കൊല്ലപ്പെടുമെന്ന ഭയം വന്നപ്പോൾ പേശികൾ കാണിച്ച് തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്ന് അവർ ഉറപ്പു നൽകി. അങ്ങനെ ദയാലുവായ ഒരു തോട്ടമുടമ അവരെ വെറും $2 വാങ്ങി. മൈക്കിനെ പാടത്ത് കരിമ്പ് വെട്ടാനും ടോമിനെ അടുക്കളയിലെ ജോലികൾക്കും നിയോഗിച്ചു. ആധുനിക ജീവിതം ശീലിച്ച മൈക്കിന് ആ കഠിനമായ ജോലികൾ വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അവൻ അവിടെയുള്ള മേൽനോട്ടക്കാരനെ വംശീയവാദി എന്ന് വിളിച്ചെങ്കിലും അയാൾ അത് പുച്ഛിച്ച് ചിരിച്ചു തള്ളി. പിന്നീട് ഒരു ദിവസം പുരോഹിതൻ അടിമകളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി കറുത്ത വർഗ്ഗക്കാർ വെള്ളക്കാരെ എപ്പോഴും അനുസരിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞു. എന്നാൽ വായന അറിയാവുന്ന ടോം ബൈബിൾ തുറന്നു നോക്കി ആ കള്ളം അപ്പോൾ തന്നെ പൊളിച്ചു. ദൈവത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒരടിമയ്ക്ക് നന്നായി വായിക്കാൻ അറിയാമെന്ന സത്യം ആ പുരോഹിതനെ അവിടെ വെച്ച് വല്ലാതെ നാണം കെടുത്തി.